morning, teacher. Hi, everybody. Good morning. Good morning. Good morning, teacher. Good morning, teacher. How are you? I am fine. Fine. Have you had your breakfast? Yes. Yes. Okay. Very good. Very good. Did you do the homework? Okay. Yes. എല്ലാവരും ചെയ്തോ? ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? ഇല്ലല്ലോ. കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാൻ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താ വേറെ പറഞ്ഞത്? ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? Okay. Which lesson? Okay. പാട് പാഞ്ച് ഊക്കി മാത്ര. പാട് പാഞ്ചാണോ? Yes, yes. ഊക്കി മാത്ര. Are you ready for the exam? Yes. Okay. Very good. Yes. Very good. Very good. Then next period നമ്മൾക്ക് എക്സാം എഴുതാം. ക്ലാസ് ടെസ്റ്റ് നെക്സ്റ്റ് പീരീഡ് ആവാം. നെക്സ്റ്റ് പീരീഡ് പറയുമ്പോൾ ചിലപ്പോ ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണില്ല അല്ലെ? രാവിലെ തന്നെ നമുക്ക് ലാസ്റ്റ് പീരീഡ് വരുന്നുണ്ട് അല്ലെ? ആ പീരീഡ് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കുട്ടികളും ക്ലാസ്സിൽ പ്രസന്റ് ആകണം. ക്ലാസ് ടെസ്റ്റ് ഇടുന്ന എന്തിനാ? നിങ്ങൾക്ക് അടുത്ത റിട്ടൺ എക്സാം ആണ്. അപ്പോൾ എങ്ങനെ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. Then all of you take your textbook. All of you type your attendance in chat box. Okay. അപ്പോൾ ടേക്ക് പേജ് നമ്പർ 28 പാട് ചെഹ്. ഒന്നുകൂടി അത് റിവൈസ് ചെയ്തു തരാം. നിങ്ങൾ ക്ലാസ്സിന് ടീച്ചർക്ക് സ്പീഡ് കൂടുതലാണ്, ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ അറിയോ? ടീച്ചർ സ്പീഡ് പറയുന്നുണ്ട് ശരി തന്നെ, പക്ഷേ സ്പീഡിൽ പറഞ്ഞു പഠിച്ചാൽ നമ്മൾ പെട്ടെന്ന് പഠിക്കുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ, വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് ടേബിളിന്റെ മുകളിൽ ഉണ്ടാവണം. അതിനിടയിൽ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ ചിഹ്നങ്ങളാണ് പഠിക്കുന്നത്. ഇനിയുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. പാട് ചെഹ് ഊക്കി മാത്ര. 6 എത്രയാ പറയാ? ചെഹ്. ഊസെ ഊൻ, സൂരജ്, മൂലി, ഭാലു, ആലു. ഈ വാക്കുകൾ എങ്ങനെ എഴുതണ്ടേന്ന് അവിടെ പ്ലസ് ഇട്ട്, ചിഹ്നങ്ങൾ പ്ലസ് ഇട്ട് അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. നെക്സ്റ്റ് വേർഡ്സ്. പടുക്കർ സീക്കോ ഫൂൽ, ബൂട്ട, ചൂഹ, ചൂടി, ഖജൂർ, പൂരബ്, ചൂല, നൂതൻ, ഖർബൂജ, ജാദൂഗർ, കബൂത്തർ, തർബൂജ്. ഇത് കുറെ പ്രാവശ്യം കഴിഞ്ഞ പീരീഡ് പറഞ്ഞു തന്നാ അല്ലേ? നമുക്ക് ആ ടച്ച് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 29. ലിസൺ. ഏബൽ മാത്യു, where are you listening? Listen here. Ra ke saath u aur ru ki matra equal to ru, ru. മിസ് വായിച്ചു തരുമ്പോ കൈവിരലും കൊണ്ട് ഇങ്ങനെ ഓടണം അതിന്റെ പുറകെ, എങ്കിലേ നമ്മൾക്കത് മിസ് വായിച്ചിരുന്ന എങ്ങനെയാന്ന് വായിക്കാൻ കിട്ടുള്ളൂ നിങ്ങൾക്ക്. നെക്സ്റ്റ് രു. എന്താണ്? രാ എന്ന ലെറ്ററിന് നമ്മൾ ഊവിന്റെ ചിഹ്നം എവിടെയാണ് കൊടുക്കുന്നത് എന്നാണ് ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ.
രൂന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഊവിന്റെ ചിഹ്നവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഉണ്ടോ? എന്നുള്ള ചിഹ്നം നിങ്ങൾക്ക് അറിയാമോ? യെസ്, ഓക്കെ, ഗുഡ്. മിസ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, അതൊക്കെയാണ് മിസ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് ആൻസർ ചെയ്യണം എപ്പോഴും. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക, യെസ് ആണെങ്കിൽ തമ്പ് ഉയർത്തി കാണിക്കുക. നെക്സ്റ്റ് ഗുരു, അമരൂത്, ഊക്കി മാത്രമുള്ള വാക്കുകൾ ആദ്യം വായിക്കുക. ഗുരു, രൂപയ. രൂ എന്നുള്ളത് അമരൂത്, രൂമാൽ. താഴെ രുയി, കോട്ടൺ, രുചി, ഇൻട്രസ്റ്റ്, രുക്കിന, സ്റ്റോപ്പ്, അരുൺ. അതൊരു നെയിമിംഗ് വേർഡ്സ് ആണ്. അരുൺ ഒരു കുട്ടിയുടെ പേരിനെയാണ് അവിടെ അരുൺ എന്ന് പറയുന്നത്. കുട്ടി എന്നല്ല, പേരിനെ സൂചിപ്പിക്കുന്നതാണ് അരുൺ. ശുരു, സ്റ്റാർട്ട്, റൂളർ തന്നെ. ജരൂർ, ഓഫ് കോഴ്സ്. രൂട്ന, സുൾക്ക്. പേജ് നമ്പർ 30. പൂക്ക ഭാലു. ഇതൊരു പ്രാവശ്യം പറഞ്ഞു തന്നാണ് അല്ലെ. പൂക്ക ഭാലു. പൂക്ക ഭാലു മീൻസ് ഹംഗ്രി ബിയർ അല്ലേ. സൂരജ് നികൽ ആയാഥ. സൂരജ് നികൽ ആയാഥ എന്ന് പറഞ്ഞ എന്താണ്? സൂര്യൻ ഉദിച്ചു വന്നു എന്നാണ് പറയുന്നത്. ആകാശത്ത് സൂര്യൻ ഉദിച്ചു വന്നു. സൂരജ് മീൻസ് സൺ. ബൂട്ടാ ഭാലു ജാഗ് ഗയാ ഥാ. എന്താണ്? ഓൾഡ് ബിയർ വോക്കപ്പ്, ഉറങ്ങി എഴുന്നേറ്റു. വഹ് ഇതർ ഉദർ ഭാഗ. വഹ് ഇതർ ഉദർ ഭാഗ. എന്താണ് വഹ് എന്ന് പറഞ്ഞാല് ബിയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബിയർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നടക്കാന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. എന്താ? അവന് ഭയങ്കര വിശപ്പുണ്ടെന്ന്. ഡൂർ എവിടെ? വഹ് ഇതർ ഉദർ ഭാഗ. വിശപ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ നോക്കാൻ. ദൂർ ഏക്ക് ഖർബൂജ പടാത്ത. ഇവിടെ ദൂരത്ത് അകലെ ഒരു ഖർബൂജ. എന്താണ് ഖർബൂജ മീൻസ്? മെലൺ, മസ്ക് മെലൺ, മത്തങ്ങയില്ലേ, അതാണ്. അത് കിടക്കുന്ന കണ്ടു. പൂക്ക ഭാലു ഖർബൂജ ഉടാലായ. വിശന്ന് പറഞ്ഞ ബിയറ് ഖർബൂജ എടുക്കാനായിട്ട് ഓടി. വഹ് ഖർബൂജ ഖാകർ ഖുശ് ഥാ. ഖർബൂജ കഴിച്ചിട്ട് ആ ഖർബൂജ ഓടിപ്പോയി എടുത്ത് കൊണ്ടുവന്ന് അത് കഴിക്കാൻ തുടങ്ങി. കഴിക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ? ഭയങ്കര ഹംഗ്രി ആയിട്ട് ഇരിക്കുവായിരുന്നു അല്ലെ. ഖർബൂജ ബഹുത്ത് മീഠാ ഥാ. ഖർബൂജ നല്ല മധുരമുള്ളതായിരുന്നു. ഖർബൂജ ഖാക്കർ ഭാലു കി ഭൂക്ക് മിട്ട് ഗയി ഥി. ഖർബൂജ കഴിച്ചിട്ട് ഭാലുവിന്റെ ഭൂക്ക, വിശപ്പൊക്കെ പമ്പ കിടന്നു അല്ലെ. വിശപ്പൊക്കെ മാറി. അബ് വഹ് നാച്ച് രഹാ ഥാ. ഭൂക്ക ഭാലു എന്ത് ചെയ്ത്? ഭൂക്ക ഭാലു അല്ല ഇനി അല്ലെ, വിശപ്പ് മാറിയ ഭാലു ആണ് അല്ലെ. ഭാലു വളരെ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നത്. നൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഡാൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ശബ്ദാർത്ഥ് ബൂട്ട. ഇനി നിങ്ങൾ എഴുതേണ്ടത് നോട്ട് ബുക്കിലേക്ക് എഴുതാനുള്ളതാണ്. അവിടെ ലെഫ്റ്റ് സൈഡില് പെൻസിൽ കൊണ്ട് എഴുതുക. നോട്ട് ബുക്ക് എന്ന് എഴുതുക. ഹോംവർക്ക് ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് എഴുതണം. പേന കൊണ്ട് എഴുതരുത്, പിന്നീട് മായ്ക്കാൻ പറ്റില്ല, ബുക്ക് ചീത്തയായി പോകും. ബൂട്ട അധിക് ആയുക്ക. എന്താണ്? ഓൾഡ്, വയസ്സനായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭൂക്ക ജിസെ കുച്ച് ഖാനേക്ക് ഇച്ഛാ ഹോ. കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അത് എങ്ങനെയാ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം വരുന്നത്? വിശപ്പ് വരുമ്പോഴാ അല്ലെ. കുറച്ച് ഭക്ഷണം കിട്ടിയാൽ കൊള്ളായിരുന്നു പറയുന്നത്. അത് ഹംഗ്രി. നിങ്ങൾ അതിന്റെ ഹിന്ദി വേർഡ് എഴുതണമെന്നില്ല, ഇംഗ്ലീഷ് വേർഡ് എഴുതിയാലും മതി. ഇനി എഴുതി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എഴുതിയാകുമ്പോഴാണ് നമ്മൾ ഓരോ വാക്കിന്റെ അക്ഷരങ്ങൾ ഇന്നതാണെന്ന് നമ്മുടെ കൈവിരലിനും കണ്ണിനും മനസ്സിലാവുക. ബൂട്ട ഓൾഡ്, ഭൂക്ക ഹംഗ്രി, വിശപ്പ്. ഖുശ്, ഖുശ് മീൻസ്
ഹാപ്പി. നിങ്ങൾക്ക് അവിടെ അതിന്റെ പ്രൊനൗൺസിയേഷൻ ബ്രാക്കറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാ വായിക്കണ്ടേന്ന് അല്ലെ, ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഖർബൂജ എക് ഫൽ, മസ്ക് മെലോൺ മത്തങ്ങയിൽ അതാണ്. ദൂർ എവേ, നാച്ച് ഡാൻസ്, ഇതൊക്കെ അറിയുന്ന വാക്കുകൾ അല്ലെ. അപ്പോൾ അത് നോട്ട്ബുക്കിൽ എഴുതാനുള്ള ഹോംവർക്ക് ആണ്. ഇതിന് ഞാൻ വീണ്ടും വാട്സപ്പിൽ ഇട്ട് തരില്ല, ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തരില്ല, നിങ്ങൾ തന്നെ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അത് നോട്ട്ബുക്കിലൊക്കെ എഴുതേണ്ടതാണെന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതണം. എന്തായാലും നിങ്ങളുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ വിളിക്കും, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി എഴുതാതിരിക്കരുത്. ഓക്കെ, ഇപ്പോ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ CBSE ഇൻസ്പെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ളത്. നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങളെ വിളിക്കുന്നതാണ്, അതുകൊണ്ട് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് അഭ്യാസ് ശ്രുതിലേക്ക്. ഡിറ്റേഷൻ വേർഡ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സൂരജ്, ഭാലു, ഭൂക്ക, ഭൂക്ക, ദൂർ, ഖർബൂജ, ബൂട്ട. ഈ വാക്കുകൾ ഓരോന്നും റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഹൗ മെനി ടൈംസ്? 3 or 5 times. റൈറ്റ്, ലെഫ്റ്റ് സൈഡിൽ എഴുതുക. റൈറ്റ് 3 times. नेक्स्ट, चित्र पहचानो और उचित स्थान पर ऊ की मात्रा लगाकर शब्द पूरे करो. എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. എന്നൊക്കെ ഒന്ന് നോക്കിയേ, എന്തൊക്കെ പിക്ചറാ കൊടുത്തിരിക്കുന്നേന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിന്റെ പേര് ഓൾറെഡി പഠിച്ചു നമ്മൾ അല്ലെ. ഫസ്റ്റ് പൂരി, പൂരി എന്നുള്ളത് പൂരി തന്നെയാണ്, കഴിക്കുന്ന ഫുഡാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ ബാക്കിയുള്ളതിന് അതൊരു എക്സാമ്പിൾ തന്നതാണ് പൂരിന്ന്. ബാക്കിയുള്ള പിക്ചേഴ്സിന്റെ വാക്കുകൾ കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണ്? അവിടെ ചിഹ്നങ്ങൾ വന്നിട്ടില്ല. അവിടെ ഏത് ചിഹ്നം വരേണ്ടത്? ഊക്കി മാത്രമാണ് അവിടെ വരേണ്ടത്. ഫസ്റ്റ് പൂരി, അവിടെ റെഡ് മാർക്കിൽ ഊവിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, പൂരി. സെക്കൻഡ്, അവിടെ എന്താണ്? ചടീന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, കുറച്ച് റിങ്ങും കൊടുത്തിട്ടുണ്ട്. ചൂടി എന്നാണ് വേണ്ടത്, ചൂടി. അപ്പൊ ചായയുടെ താഴെ നീച്ചെ ഊക്കി മാത്ര ലഗാവോ. ച എന്ന അക്ഷരത്തിന്റെ താഴെ ഊവിന്റെ ചിഹ്നം ചേർക്കുക. ആദിനാഥ്, പ്ലീസ് അൺമ്യൂട്ട്. എന്താ മോനെ? മോൻ ഇവിടെ കൈ ഉയർത്തി കാണുന്നോണ്ടാ ചോദിച്ചത്. എന്താണ്? ഒന്നുമില്ല, വീണ്ടും മ്യൂട്ടാക്കി വെച്ചു. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. Any doubt for you? Yes or no? ഇല്ല. No. Okay. കൈ ഉയർത്തി കാണുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. നിങ്ങൾ കൈ ഉയർത്തുമ്പോ ഇവിടെ പിക്ചർ കാണാം ഇങ്ങനെ, അപ്പോഴാണ് നിങ്ങളെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചൂടി എഴുതിയില്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഒരു മജീഷ്യനെ അവിടെ കാണുന്ന അല്ലെ. മജീഷ്യൻ മീൻസ് മാജിക് കാണിക്കുന്ന ആളിനെയാണ് മജീഷ്യൻ എന്ന് പറയാ. മജീഷ്യനെ നമ്മൾ ഹിന്ദിയിൽ പറയാം ജാദൂഗർ എന്നാണ്. അപ്പം ജാദൂഗറിനെ കൊടുത്തിട്ടുള്ളൂ. അവിടെ രണ്ടാമത്തെ ലെറ്ററായ ദായുടെ താഴെ ഊവിന്റെ ചിഹ്നം കൊടുക്കുക. ജാദൂഗർ, ജാ കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ദാ, ദായുടെ താഴെ ഊവിന്റെ ചിഹ്നം കൊടുക്കുക. ജാദൂഗർ. നെക്സ്റ്റ് തർബജ് എന്നാ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് വേർഡ് എന്താണ്? തർബൂജ്. അപ്പൊ എവിടെയാണ് ഊവിന്റെ ചിഹ്നം കൊടുക്കേണ്ടത്? തായുടെ താഴെയാണോ രായുടെ താഴെയാണോ? രായ്ക്ക് താഴെയല്ല കൊടുക്കുന്നത് അല്ലെ,
മധ്യഭാഗത്താണ്. ബ എന്ന ലെറ്ററിന്റെ താഴെ ഭാഗത്താണ് നമ്മൾ ഊക്കി മാത്ര കൊടുക്കുന്നത്. തർബൂജ് അല്ലെ? ബായുടെ താഴെ ഊന്റെ ചിഹ്നം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കബത്തർ എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലേ? മുഹമ്മദ് ആബീസ് Yes, miss. what is the Hindi word of PGN? PTN. PGN ന്റെ ഹിന്ദി വേർഡ് എന്താണ്? അറിയില്ല. വെരി ഗുഡ്. അൻവിത? നല്ല അടി ഞാൻ തരുക. അൻവിത, എന്താണ് നമ്മൾ PGN ഹിന്ദിയിൽ പറയാ? UKG പഠിക്കുന്ന കാസെ ഇനി ആര് പറയാ? നിവേദ്യ, പ്ലീസ് അൺമ്യൂട്ട്. കബൂത്തർ. വെരി ഗുഡ്, കബൂത്തർ. ഇപ്പൊ കബൂത്തർ എന്നല്ല അവിടെ കൊടുത്തിരുന്നത്, കബത്തർ എന്നാണ് അല്ലെ? അപ്പൊ എവിടെയാണ് ഊവിന്റെ ചിഹ്നം കൊടുക്കേണ്ടത്? കാ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ബൂന്നാ വേണ്ടത് അല്ലെ? ബായുടെ താഴെ ഊക്കി മാത്രം ലഗാവോ. കബൂത്തർ. ഓക്കെ, അൻവിതയ്ക്ക് അറിയില്ല കബൂത്തർന്ന്? മറന്നുപോയി അല്ലെ പെട്ടെന്ന് ചോദിക്കുമ്പോ? അല്ലേ മുഹമ്മദേ? ഷെയിം. നമ്മൾ UKG പഠിച്ചതാ. നെക്സ്റ്റ്, ടേക്ക് പേജ് നമ്പർ 32. എന്തിനാ അറിയാം മിസ് ഇടയ്ക്കിടയ്ക്ക് ഈ പേജ് നമ്പർ എന്ന് പറയുന്നത്? ചിലപ്പോ ഉണ്ടല്ലോ ഈ പേജ് നമ്പർ കിട്ടാതെ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് കയറി ആരെങ്കിലും ബാക്കി ഒന്നും ചെയ്യില്ല, അവിടെ ഇരിക്കും ആ പേജ് നമ്പർ കിട്ടുന്നത് വരെ. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 32. ഐഫൂന, എന്താണ് ഐഫൂന? ഏതെന്തെന്നാ? വായിച്ചതാ? ഏതാണ് മനസ്സിലാവാത്തത്? അഭ്യാസില് 1, 2 ആണോ? ഏതാണ്? വാട്ടർമെലോൺ. എന്താണ് വാട്ടർമെലൺ ഹിന്ദിയിൽ പറയാ? ഐഫൂനെ പറഞ്ഞേ. തർബൂജാണ് അല്ലെ? ബായുടെ താഴെയാണ് ഊക്കി മാത്രം ഇടുന്നത്. അപ്പൊ ഐഫൂന് അതിനിടയിൽ എവിടെയോ പോയി. ഞാനിത് പറഞ്ഞതാണ് ആൻസർ. തർബൂജ് ബാ എന്ന ലെറ്ററിന്റെ താഴെയാണ് ഊക്കി മാത്രം കൊടുക്കുക. ടേക്ക് പേജ് നമ്പർ 32. ലിസൺ ഹിയർ. അഭ്യാസ് 3. ऊ और ऊ की मात्रा के शब्दों को अलग अलग करके लिखो. Listen. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഗുലാബ്, ചുഹിയ, ആലു, മുരളി, രൂപയ, ധൂപ്, രൂപ. നെക്സ്റ്റ്, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഊക്കി മാത്രാക്കെ ശബ്ദ്, ഊക്കി മാത്രാക്കെ ശബ്ദ് രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് ഡാഷ് ഇട്ടിട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകള് ഊവിന്റെ ചിഹ്നമുള്ള വാക്കുകൾ ഏതാണെന്ന് ലെഫ്റ്റ് സൈഡിലെ ഡാഷിന്റെ അടുത്ത് എഴുതുക. ഊക്കി മാത്രാക്കെ ശബ്ദ് റൈറ്റ് സൈഡിലുള്ള ഡാഷിന്റെ അടുത്തും എഴുതുക. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. റൈറ്റ് HW കണ്ടുപിടിച്ചെഴുതാൻ പറ്റില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്പർ 4. ശബ്ദ ബനാവോ. എന്താണ് ശബ്ദ ബനാവോ? ശബ്ദം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഹിന്ദിയിൽ ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്. മേക്ക് വേർഡ്സ്, വാക്കുകൾ ഉണ്ടാക്കുക. ഇവിടെ സർക്കിളില് ഒരു 2 സർക്കിളിലായിട്ട് 2 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ലിസൺ. ദു, ദൂന്ന് അല്ലെ? ദു.
ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. മ, ഖ, ആ, ലാർ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഇത്രയേ ചെയ്യണ്ടു. ദു എന്ന അക്ഷരം എടുത്തു. ആ അക്ഷരം ഈ റൈറ്റ് സൈഡിലുള്ള ആ അക്ഷരം എടുത്ത് അവിടെ ഒരു വാക്ക് ഉണ്ടാക്കുക, കൂട്ടി എഴുതുക. ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ദു മ, അത് കൂട്ടി വായിക്കുമ്പോൾ ദും എന്നാണ് വായിക്കുക, ദും. രണ്ടാമത് നോക്കിയോ, ദുഃഖ്, ദു ഖായും കൂടെ കൂട്ടി എഴുതുമ്പോ ദുഃഖ്. അത് അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ദുഃഖ്. മൂന്നാമത് ദുവ. എന്താണ് ദുവ എന്ന് പറഞ്ഞാല്? ബ്ലെസ്സിങ്സ്, അതാണ് ദുവ. അനുഗ്രഹം എന്ന് പറയുന്നില്ല, അതാണ്. ദുഃഖ് പറഞ്ഞ ദുഃഖം തന്നെയാണ്. നെക്സ്റ്റ് ദുലാർ. ദുലാർ. ദുലാർ മീൻസ് ഫോൺലിങ്. അതൊന്നും നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ ഇപ്പൊ ആ കൂട്ടി എഴുതിയാൽ മതി. എന്നിട്ട് അത് ഒരു വാക്കായിട്ട് അവിടെ എഴുതിയാൽ മതി. ഏതൊക്കെ വാക്കുകളാന്ന് നോക്കിയോ? ദും, ദുഃഖ്, ദുവ, ദുലാർ. Do you understand this? Yes or no? Okay, very good. Next, right side il നോക്കിയേ. ദൂ അല്ലേ? ദൂ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന നോക്കിയേ, രായാണ് അല്ലെ. രാ നമ്മള് വാക്കുകൾ എഴുതുമ്പോ എവിടെ വരുന്നത്? ദൂർ എന്നാണ് വരിക. ദൂർ ആയിട്ട് മാറുന്നു, ദൂർ. നെക്സ്റ്റ് ദൂ ധായും കൂടെ കൂട്ടി എഴുതുമ്പോ ദൂത്. എന്താണ്? ദൂത്. ദൂതാന്നല്ല, ദൂത്. ദൂത് മീൻസ് മിൽക്ക്. നെക്സ്റ്റ് ദൂബ അല്ലെ, ദൂബ്. ദൂബ്. ഇത്രയേ ഉള്ളൂ. ഈ ദൂ എടുക്കുക, റൈറ്റ് സൈഡിലുള്ള അക്ഷരം എടുക്കുക, രണ്ടും കൂടെ കൂട്ടി എഴുതുക. നെക്സ്റ്റ് ദൂബ്. ദൂബ് മീൻസ് ഗ്രാസ്. ദൂത്. ലാസ്റ്റ് വൺ ദൂത്. ദൂത് പറഞ്ഞ ആരാണ്? ദൂത്. ദൂതൻ എന്ന് പറയുന്നില്ലേ? ദൂതൻ, മെസ്സഞ്ചർ, ഏജന്റ് എന്നൊക്കെ പറയും. ദൂത്. എഴുതിയില്ലേ? Are you right? Yes, okay. Number 5, Angrezi Shabd Likho. Write these words in English. താഴെ കൊടുത്തിരിക്കുന്ന ഹിന്ദി വേർഡ്സിന്റെ ഹിന്ദി ശബ്ദിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞത്. All of you write now. ഖജൂർ, ഡേറ്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. ചൂല, സ്വിങ്, റൈറ്റ്. SWING, സ്വിങ്. ചൂല, സ്വിങ്. ചൂല, സ്വിങ്. അനാമിക പി രാജ്, ആർ യു റൈറ്റ്? എന്താ പിന്നെ അവിടെ ആലോചിച്ചിരിക്കുന്നേ? നെക്സ്റ്റ് അഫ്രാസ് പി കെ, റേഞ്ച് ഇല്ലാണ്ടാണോ വീഡിയോ ഓഫ് ആയിട്ട് പോകുന്നത്? ഓക്കെ, ലിസൺ. മൂലി, റൈറ്റ് സൈഡിലുള്ള വാക്ക് മൂലി. മൂലി മീൻസ് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? റാഡിഷ്. മൂലി, റാഡിഷ്. RADISH. നെക്സ്റ്റ് RADD എന്നുണ്ടല്ലേ, RADDISH, റാഡിഷ്. നെക്സ്റ്റ് ഭൂക്ക. ഭൂക്ക, ഹംഗ്രി, HUNGRY, ഹംഗ്രി. ദേവർഷ, എന്ത് പറ്റി? ഒരു ഡൗട്ട് ഉള്ളത് പോലെ ഇരിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തേ. ഏതാണ്? മൂലി. ഭൂക്ക. ഭൂക്ക എന്ന് പറഞ്ഞ എന്താണ്? ഭൂക്ക, ഹംഗ്രി. ഞാൻ വളരെ സ്ലോ ആയിട്ടല്ലേ പറയുന്നത്, മനസ്സിലാവാൻ എഴുതാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഒന്നുകൂടെ. ഖജൂർ, ഡേറ്റ്സ്. ചൂല, സ്വിങ്. സ്വിങ് SWING ആണ്, സ്വിങ്. മൂലി, റാഡിഷ്. എഴുതിയില്ലേ? RADDISH, റാഡിഷ്.
ഭൂക്ക ഹംഗ്രി. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാ, നിങ്ങളെ കൊണ്ട് പറയിക്കാം. ഫസ്റ്റ് ഏക് ശബ്ദമേ ഉത്തർ ലിഖോ. എന്താണ്? റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ വൺ വേർഡ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാ പറഞ്ഞത്, വൺ വേർഡ് ആയിട്ട്, ഈസി ആയിട്ട്. ഫസ്റ്റ് കോൻ ജാഗ് ഗയാ താ. ആരാണ് ഉറങ്ങി എഴുന്നേറ്റത്? ജോവിൻ? ഭാലു. വെരി ഗുഡ്. മ്യൂട്ട് ചെയ്യല്ലേ, ഒരാളും കൂടി ഉണ്ട്, ജോയൽ അല്ലേ? വെരി ഗുഡ്. ഭാലു ആണല്ലേ? ഭാലു ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഖർബൂജ കൈസാ താ ജോയൽ? ഖർബൂജ കൈസാ താ, ഖർബൂജ എങ്ങനെയുള്ളതായിരുന്നു ജോയൽ? ഖർബൂജ കൈസാ താ? എരിവുള്ളതാണോ പുളിയുള്ളതാണോ? മലയാളത്തിൽ പറയാൻ പറ്റുമോ? എരിവുള്ളതാണോ പുളിയുള്ളതാണോ മധുരമുള്ളതാണോ ഖർബൂജ? എന്താണ്? എന്താണ് കേട്ടില്ലല്ലോ? മനസ്സിലാവുന്നില്ല, മനസ്സിലാവുന്നില്ല. ആ, മധുരമുള്ളതാണ് അല്ലേ? മധുരമുള്ളത് എന്നുള്ളതിന് ഹിന്ദി വേർഡ് എന്താണ്? മീഠ. ആ, വെരി ഗുഡ്. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? മീഠ എന്ന് എഴുതണം. എങ്ങനെ എഴുതും മീഠ? എഴുതിക്കോ, മാ എഴുത്. റൈറ്റ്, മാ. ഇപ്പൊ എഴുതിക്കോ, മാ. പുട്ട് ഈക്ക് മാത്ര, മാ എന്ന ലെറ്ററിന് ഈന്റെ ചിഹ്നം കൊടുക്കുക. മീ. നെക്സ്റ്റ് ഠ. ഏത് ഠായാണ്? കുറച്ച് ഇതായിട്ട് പറഞ്ഞേ, കടുപ്പത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ഠ ഇല്ലേ, അതാണ് മീഠ. ഠ എഴുതുക, ആക്കി മാത്ര ലഗാവും. മീ എഴുതി, ഠ എഴുതി, ആയിന്റെ ചിഹ്നം കൊടുത്തു, മീഠ. മീഠാന്ന് പാഠഭാഗത്തുണ്ടല്ലേ, നോക്കി എഴുതാം നമുക്ക്. നെക്സ്റ്റ് ഭാലു ക്യാ ഖാക്കർ ഖുശ് താ? സൽമാൻ നാസറാണോ? എന്താ സാഫ്വാൻ നാസർ എന്ന് എഴുതിയിരിക്കുന്നത്? സാഫ്വാൻ. പ്ലീസ് അൺമ്യൂട്ട്. വാട്ട് ഈസ് യുവർ നെയിം? സൽമാൻ നാസർ. മോന്റെ പേരല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. സൽമാൻ, ഭാലു ക്യാ ഖാക്കർ ഖുശ് താ? ബഹ്. ബഹ്. നോ, വാഹ്. നോ. ഭാലു എന്ത് കഴിച്ചിട്ടാണ് സന്തോഷവാനായത്? എന്താ കഴിച്ചത് അവൻ? മധുരമുള്ള എന്തോ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? ഖർബൂജ്. ആ, ഖർബൂജ അല്ല, ഖർബൂജ. ആ, ഖർബൂജ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പാഠഭാഗത്തുണ്ടല്ലേ, നോക്കി എഴുതുക. ഖർബൂജ. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഏതൊക്കെ കാര്യങ്ങളാ നോട്ട്ബുക്കിൽ എഴുതണ്ടേ? ഇപ്പോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ശബ്ദാർത്ഥ്, ശ്രുതിലേഖ്, അംഗ്രേജി ശബ്ദ ലിഖോ എന്നുള്ള നമ്പർ 5 കണ്ടോ? നമ്പർ 5 അംഗ്രേജി ശബ്ദ ലിഖോ. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നമ്പർ 6 ആ ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ എടുത്തെഴുതുക. ഇതൊന്നും ഇനി മിസ് എഴുതി തരേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തന്നു. ഇനി അത് നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതിയാൽ മതി. ഫുള്ള് കംപ്ലീറ്റ് ഈ 4 വർക്കും ലിസൺ, ഈ 4 വർക്കും കംപ്ലീറ്റ് ആയതിനു ശേഷം സെൻഡ് ചെയ്യാം. ഡാനിയൽ പ്ലീസ് അൺമ്യൂട്ട്. എന്താ ഡാനി? രണ്ടാമത്തേത് ആൻസർ ഏതാണ് ഒന്ന് പറയുവോ? ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഫസ്റ്റ് കോൺ ജാഗ് ഗയാ താ ഭാലു.
രണ്ടാമത് ഖർബൂജ കൈസാത്ത എന്നുള്ളത് മീഠ. മീഠ മീഠാന്ന് ഉണ്ട്, പാഠഭാഗത്തുണ്ട്. നോട്ടിൽ എഴുതേണ്ടത് പേജ് നമ്പർ 31 ശബ്ദാർത്ഥ്. രണ്ടാമത് അഭ്യാസിലെ ശ്രുതിലേഖ്. നമ്പർ 1 ശ്രുതിലേഖ് ഓരോ വാക്കുകളും 3 പ്രാവശ്യം വെച്ച് നോട്ട് ബുക്കിൽ എഴുതണം. പേജ് നമ്പർ 32 നമ്പർ 5 അംഗ്രേജി ശബ്ദ ലിഖോ. ഇതൊക്കെ ഒരു പ്രാവശ്യം എഴുതിയെടുത്താൽ മതി. നമ്പർ 6 ഏക് ശബ്ദമേ ഉത്തർ ലിഖോ. ഓക്കെ. അദീന നമ്മൾക്ക് ആ ബൂക്ക പാലുവിന്റെ ആ കഥയൊന്ന് പറഞ്ഞിരുന്നാണ്. അത് വായിച്ചു തന്നാ മതി. Listen, all of you read the textbook which lesson Bhuka Palu. How many times? 1 or 2 or 3 times. Okay. Daniel അല്ല അദീനക്ക് എന്താണ്? ടീച്ചർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭാലു ക്യാ ഖാക്കർ ഖുശ്ദ? കിട്ടിയില്ലായിരുന്നു. ഖർബൂജ. എന്താണ് ഭാലു എന്ത് കഴിച്ചിട്ടാണ് സന്തോഷിച്ചതെന്ന് ചോദിക്കുന്നത്? സന്തോഷവാനായത് ഖർബൂജ. എന്താണ് അദീന? ഖർബൂജ. ഓക്കെ. മിസ്സിന് ഈ ഖർബൂജ ഭൂക്ക ഭാലു എന്നുള്ള അത് വായിച്ചിരുന്ന ആരാണ്? അലൻ ജോസഫ്. Can you read this? Okay. ശ്രമിക്കാം നമുക്ക്. ഭൂഖ ഭാലു. सूरज निकल आया. നോ ആയ താന്ന് വായിച്ചില്ലല്ലോ. ഫുൾ സ്റ്റോപ്പ് അവിടെ അല്ലെ? താ കഴിഞ്ഞിട്ട് ഒരു വര കണ്ടോ? ഒരു 1 പോലെ, അത് ഫുൾ സ്റ്റോപ്പ് ആണ്. സൂരജ് നികൽ ആയാ ഥാ, അവിടെ നമ്മൾ നിർത്തണം. നെക്സ്റ്റ് ബൂട്ട ബാലു ജാഗ് ഗയാ ഥാ. ഓക്കെ, വെരി ഗുഡ്. ബാലു ഭൂഖാ ഥാ. വഗ് इधर उधर भागा. वेरी गुड. दूर एक तरबूजा पड़ा था. वेरी गुड अलन, वेरी गुड. नेक्स्ट सावियो. കണ്ടോ, അലൻ വായിച്ചത് കേട്ടോ എല്ലാരും? ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കണം. നെക്സ്റ്റ് പൂക്ക ഭാലു. എവിടെ സാവിയോ? പോയോ? സാവിയോ ഓക്കെ, വായിച്ചോളൂ. നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. വായിക്ക്. ഭൂക്ക ഭാലു. നോ എവിടെയാ വായിക്കുന്നത്? അഥീന, സാവിയോ, വേർ ആർ യു? ലിസൺ. അഥീന ഇതിന് കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായിക്കാനാണോ നോക്കട്ടെ. ഓക്കെ, കണ്ടിന്യൂ. भूखा बालू खरबूजा खरबूज
ഖർബൂജ എന്നാണ് ഉദാ. മോളെ, ഖർബൂജ. तरबूज उड़ालाया ഓക്കെ. वह तरबूज खाकर खुश या യാ അല്ല, ഥ. था ഓക്കെ. तरबूजा बहुत बहुत मीठा था तरबूजा അതിനെ വായിക്കുന്നതോടെ നമ്മുടെ ക്ലാസ് കട്ടാവും. ഓക്കെ, ബൈ. വായിച്ചോ. खाकर बालू की भूख मीठा മിഠ എന്നല്ല, മിഠ്. മിഠ് ഗൈ थी. की मिट गई थी अब वह अब नाच रहा था. ओके, और our class is over. Bye. See you next period.